കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വൈകി വന്ന ഒരു തിരിച്ചറിവെന്ന് വേണേൽ പറയാം. കുറച്ച് വൈകിയപ്പോൾ അവർക്കൊരു കുറച്ച് തിരിച്ചറിവൊക്കെ വന്നിട്ടുണ്ട്. അതായത് അവരിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയും കൂട്ടരും പോയതുപോലെ LDFിനൊപ്പം പോയാൽ മതിയായിരുന്നു എന്ന്. പറയാൻ കാരണമെന്ന് വെച്ചാൽ അവർക്ക് UDFിൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അതായത് ഈ സീറ്റ് തർക്കം തന്നെയാണ് വിഷയം. സീറ്റ് തർക്കത്തിൽ വിഷയം ഇപ്പോൾ കൂടുതൽ കടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് LDFിലോട്ട് പോയാൽ മതിയായിരുന്നു, UDFിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല, ഒരു പരിഗണനയും കിട്ടുന്നില്ല, തഴയപ്പെടുന്നുവെന്ന്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും ഇത്തവണ വേണമെന്ന് കേരള കോൺഗ്രസ്. അതായത് എന്നാൽ ഇവരുടെ എന്താ പറയുന്നത്, മത്സരിച്ച സീറ്റുകളിൽ 4 or 5 എണ്ണം ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതാണ് അവരെ ചൊടിപ്പിച്ചത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിനാണ് ഇത്രയും അധികം ആൾക്കാരെ നിർത്തുന്നത്? ഈ 10 സീറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ UDFിന്റെ ഒരു ഭാഗമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ UDF എന്താ ലക്ഷ്യം വെക്കുന്നത്? നമ്മൾ ആദ്യം നോക്കണം. ഇത്തവണ UDF ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്, കേരളത്തിന്റെ ഭരണരംഗത്തേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വെറുതെ ഘടകകക്ഷികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സീറ്റിൻ്റെ എണ്ണം കൂടുതൽ കൊടുത്താൽ മതിയോ? പറ്റത്തില്ല. കാരണം അവർക്ക് എണ്ണം കൂടുതൽ കൊടുക്കും, പക്ഷേ അവർ കൂടുതൽ എണ്ണത്തിൽ വിജയിപ്പിക്കുന്ന അവരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ, 2% അവരുടെ, അല്ല 20% അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് 10 സീറ്റിൽ വെറും 2 ഇടത്ത് മാത്രമാണ് അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ബാക്കി വരുന്ന 8 സീറ്റുകൾ വിജയിച്ച LDF അല്ലേ? ബാക്കി വരുന്ന 8 സീറ്റിൽ LDF വിജയിക്കുന്നു, LDF അധികാരത്തിലേക്ക് എത്തുന്നു. അപ്പം വിജയസാധ്യതയില്ലാത്ത അല്ലെങ്കിൽ തീരെ കൊള്ളൂല എന്ന് പറയുന്നതും, അത് ജോസഫ് ഗ്രൂപ്പ് ഒരു കാരണവശാൽ നിന്നിട്ടും ജയിക്കാത്ത ഏതെങ്കിലും സീറ്റുകൾ ഉണ്ടെങ്കിൽ ആ സീറ്റ് തിരിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ആ കോൺഗ്രസിൽ കൊള്ളാവുന്ന 4 കോൺഗ്രസ് നേതാക്കന്മാരെ നിർത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ 4 സീറ്റുകൾ കൂടി UDFിന്റെ കയ്യിലേക്ക് വരികയല്ലേ? അതപ്പം അധികാരത്തിൽ കയറുകയല്ലേ? ഇപ്പൊ തൊടുപുഴ എന്ന് പറയുന്ന ഇത്തവണ ചിലപ്പം PJ ജോസഫ് മത്സരിക്കാൻ സാധ്യത കുറവാണ്. തൊടുപുഴയിലെ കാര്യം PJ ജോസഫിന് അത്ര പ്രായമായി. PJ ജോസഫിന് പകരമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ അദ്ദേഹത്തിന്റെ മകൻ തൊടുപുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ സ്ഥിരം സീറ്റായ തൊടുപുഴ കൂടി ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലെന്നേ, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം തന്നെ പൂട്ടേണ്ടി വരും. കട സീരിയസ് ആയിട്ട് പറയുകയാണ്. അത് പിന്നീട് ഒരിക്കൽ പോലും അത് ഉണ്ടാവില്ല. ഇപ്പോൾ അവർ പറഞ്ഞ് LDFിലേക്ക് പോയിരുന്നെങ്കിൽ LDFും ചിന്തിക്കുന്നത് എന്താ? ഇപ്പം മാണി ഗ്രൂപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ മാണി ഗ്രൂപ്പ് വിജയിപ്പിക്കുന്ന ഒരാളെ റോഷി അഗസ്റ്റിനെ മന്ത്രിയാക്കാൻ സാധിച്ചു. അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് വിജയിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ മാത്രമാണ് LDFിന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാണി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത്. അവിടങ്ങളിൽ അവർ കൊടുക്കുന്ന സീറ്റിനനുസരിച്ച് സ്ട്രൈക്ക് റേറ്റ് കൂട്ടിയിട്ടാണ് അവിടെ വിജയം ഉണ്ടാകുന്നത്. ഇപ്പോൾ 10 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 സീറ്റിലും ജയിപ്പിക്കാനെന്നല്ല, ഈ പറഞ്ഞ 20% എന്നുള്ള 50% വരെ ആക്കി അവർക്ക് ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ് മാണിയുടെ അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ സ്ട്രൈക്ക് റേറ്റ് കൂടുതൽ വരുന്നു. ഇവിടെ നേരെ മറിച്ചാണ്. ഇപ്പൊ ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് സത്യത്തിൽ UDF എന്ന് പറയുന്ന മുന്നണി. കാരണം ഇത്തവണ കൂടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അധികാരത്തിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ UDF എന്ന് പറയുന്ന മുന്നണി പിരിച്ചുവിടേണ്ടി വരും. പിരിച്ചുവിട്ട് വേറെ പണി നോക്കേണ്ടി വരും. മുന്നണി പിരിച്ചുവിടേണ്ടി വരുന്ന വെച്ചാൽ പലരും ഇറങ്ങിപ്പോകും. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, CK ജാനു വലിയ കൊട്ടിഘോഷിച്ചാണ് CK ജാനുവിന്റെ പാർട്ടി അസോസിയേറ്റ് അംഗത്വം ഏറ്റെടുത്തത്. എന്നിട്ട് CK ജാനുവിന് സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. JSS എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, ഗൗരിയമ്മയുടെ പാർട്ടിയാ. ഇത്തവണ JSSന് സീറ്റില്ല. എത്ര നാളായി? CMPക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് CP ജോണിനാണ് സീറ്റ് കൊടുക്കാൻ പറ്റുന്നത്. എവിടെയുണ്ട് CP ജോണിന് സീറ്റ്? CP ജോണിന് തിരുവനന്തപുരം സെൻട്രലിൽ കൊടുക്കുമെന്നിട്ട് ഇതുവരെ തീരുമാനമായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പൊതുവിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റ് ഘടകകക്ഷികൾ കൊടുക്കുക എന്നുള്ളതല്ല, പരമാവധി സീറ്റിൽ വിജയസാധ്യതയുള്ള മുന്നണികൾക്ക് അല്ലെങ്കിൽ ഘടകകക്ഷികൾ കൊടുത്തുകൊണ്ട് അവിടെ പരമാവധി ആൾക്കാരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ഇപ്പം LDFിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ടെൻഷനില്ല. കാര്യം LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു 50 സീറ്റ്, അതായത് 50 മുതൽ 55 സീറ്റ് വരെ LDFിനെ സംബന്ധിച്ചിടത്തോളം ഷുവർ സീറ്റ് എന്ന് പറയാൻ പറ്റിയ സീറ്റുകളുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടത് മുന്നണിക്ക് അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈഴവ പ്രാമുഖ്യമുള്ള ഭാഗങ്ങളിലെല്ലാം കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് സീറ്റ് ഉറപ്പാണ്. ആ സാഹചര്യമുണ്ട് അവിടെ. അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് CPMന് കണ്ണും പൂട്ടി നിൽക്കാൻ പറ്റും. ബാക്കി ഘടകകക്ഷികൾ ചെയ്താൽ മതി. അപ്പോൾ ബാക്കി അങ്ങോട്ട് വരുന്നതല്ല CPMനെ സംബന്ധിച്ചിടത്തോളം ബോണസാണ്. പിന്നെ 21 സീറ്റ് മതിയെന്നേ ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ CPMന്റെ കാര്യത്തിൽ ഏറെക്കുറെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം എന്ന് പറയുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ അങ്ങനെ ഒരു ഷുവർ സീറ്റ് കോൺഗ്രസിന് പറയാനില്ല. കൂടി വന്നാൽ കോൺഗ്രസ് ഇവിടെ 90 സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ കോൺഗ്രസിൽ അതിൽ വിജയസാധ്യതയുള്ളത് വെറും ഈ 50 എണ്ണം അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 40 ഉള്ളൂ. എന്നിട്ടും കോൺഗ്രസ് ജയിക്കുന്നത് എത്രയാണ്?
20 അല്ലെങ്കിൽ 30. കഴിഞ്ഞ തവണ ജയിച്ച് 20-ന് നമ്മൾ ഈ തുടർഭരണം എന്ന് പറയുന്നില്ലേ, ശരിക്കും ഈ തുടർഭരണത്തിന് ട്രെൻഡ് ഉണ്ടായത് എന്നാന്ന് ഇപ്പൊ നമുക്ക് അറിയോ? തുടർഭരണത്തിന് ട്രെൻഡ് ഉണ്ടായത് 2021-ലല്ല, അല്ലെങ്കിൽ 2016-ലല്ല. തുടർഭരണത്തിന് ട്രെൻഡ് ഉണ്ടാകുന്ന VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്, 2011-ലാണ്. തുടർഭരണത്തിന്റെ ട്രെൻഡ് അവിടെ തുടങ്ങുന്നു. VS 5 വർഷം ഭരിച്ച് ആ 5, അതായത് എനിക്ക് തോന്നുന്നു 2011 എന്ന് പറയുമ്പോൾ 2006-ല് VS അച്യുതാനന്ദൻ കയറി, 2011-ല് VS അച്യുതാനന്ദൻ ഇറങ്ങുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി നേടിയ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. എന്നിട്ട് അവിടെ നാറിയ കളി കളിച്ചിട്ടാണ് അവിടെ VS മിണ്ടണ്ടെന്ന് പറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ CPM അന്ന് തുടർഭരണം തുടങ്ങേണ്ടതാ. അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാള് മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നില്ല. അന്ന് സെൽവരാജിനെ അവിടെ നിന്ന് രാജിവെപ്പിച്ച് വിമതനാക്കി, എന്നിട്ട് ആ സീറ്റ് പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ആ കളി കളിച്ചിട്ടാണ് കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ട് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത്. അന്ന് വളരെ തുച്ഛമായ സീറ്റാണ്. അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിച്ച മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിച്ചത്. അപ്പോൾ അന്നും ഈ പറയുന്ന ബലാബലമായിരുന്നു. അപ്പം ഒന്ന് ആലോചിച്ചു, തുടർഭരണത്തിന്റെ പോസിബിലിറ്റി തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ തന്നെ ഉണ്ട്, ഇടതുപക്ഷത്തിന് തുടർഭരണം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 3 ടേം ഇപ്പം LDF ഭരിക്കേണ്ട സമയം 4 ടേം ഭരിക്കേണ്ട സമയമായി. VS പിന്നെ അടുത്ത ആരാഴ്ച പിണറായി എങ്കിൽ പിണറായി, VS എങ്കിൽ VS ഒരു വർഷം കൂടി ഇരുന്നേനെ. VS ആയിരുന്നില്ല പ്രതിപക്ഷ നേതാവ്. VS ഒരു തവണയും കൂടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നേനെ, തുടർഭരണം വന്നേനെ. അത് കഴിഞ്ഞ ഉടനെ അടുത്ത ആൾ വന്ന് പിണറായി കയറുകയായിരുന്നു. അപ്പൊ ഈ ട്രെൻഡ് അന്നുണ്ടായി വന്ന ട്രെൻഡാണ്. അപ്പം ആ ട്രെൻഡിനനുസരിച്ച് പലരും ഈ ഘടകകക്ഷികൾ മറുകണ്ഠം ചാടി എന്നുള്ള വാസ്തവമാണ്. ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ കാലം മുതൽ തന്നെ ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പ് ക്ഷയിച്ചു തുടങ്ങി. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻപുണ്ടായിരുന്ന ഒരു പവർ ഇപ്പോൾ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. കാര്യം അവർ നിർത്തുന്ന നല്ല നേതാക്കന്മാർ ജോസഫിലില്ല, PJ ജോസഫിലില്ല. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മോൻസ് ജോസഫ് കുഴപ്പമില്ല. എന്നിട്ടും മോൻസ് ജോസഫിന്റെ ചില പിടിവാശി കാരണം ഇന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്ന സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കം കാരണം പോയതായി മോൻസ് ജോസഫ് കാരണം. അപ്പോൾ മോൻസ് ജോസഫിനും ഈ പറയുന്ന അവിടുത്തെ അണികളെ കൂടെ നിർത്താനോ നല്ല നേതാക്കന്മാരെ ഒപ്പം നിർത്താനോ ഉള്ള ശേഷിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ PJ ജോസഫിന്റെ ഈ ഗ്രൂപ്പ് കേരള കോൺഗ്രസ് തകർന്നു തരിപ്പണമായി. ശരി, ഇനിയിപ്പോ PJ ജോസഫ് പറഞ്ഞില്ല LDF പോയിരുന്നു ഞങ്ങൾക്ക് അങ്ങ് കിട്ടിപ്പോയെന്ന്. കിട്ടത്തില്ല. ഒരു ഘട്ടത്തിൽ ഇവിടെ ലയനമൊന്നും പറഞ്ഞുകൊണ്ട് ഒരു നാടകം കളിച്ചു PJ ജോസഫ്, KM മാണി ഉള്ള കാലഘട്ടത്തിൽ. അപ്പൊ മാണി സാറിന്റെ ഇത് വെച്ചിട്ട് ലയനം കളിച്ചിട്ട് ഏറ്റവും അവസാനം ആ ലയനം പിരിച്ചുവിട്ടു. രണ്ടും വീണ്ടും രണ്ടായി. എന്നിട്ട് ചിഹ്നത്തെ ചൊല്ലി കേസ് നടത്തി. അതിൽ പിന്നെ ജോസ് കെ മാണി അല്ലെങ്കിൽ KM മാണി വിജയിച്ചു. ആ ചിഹ്നം KM മാണിക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ ഇവിടെ അതോടുകൂടി തീർന്നു. ആ ലയന ചർച്ചയും അതിനുശേഷം ലയന സമ്മേളനം എല്ലാം കഴിഞ്ഞ് വീണ്ടും പിളർന്നതോടുകൂടി കേരള കോൺഗ്രസിന്റെ അധപ്പതനം അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ച അല്ല PJ ജോസഫിന് സംഭവിച്ചത്. ആ പിളർപ്പിലൂടെയാണ് കേരള കോൺഗ്രസ് J എന്ന് പറയുന്നത് പ്രവർത്തനരഹിതമായി തീർന്നത്. പിന്നെ ഈ പറഞ്ഞ അബു ജോൺ ജോസഫിനെ പോലെയുള്ളവരുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ അബു ജോൺ ജോസഫ്, അതായത് PJ ജോസഫിന്റെ മകൻ, അദ്ദേഹത്തിന്റെ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചിലരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർട്ടിയിലെ ഒരു ടോട്ടാലിറ്റിയെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നതും, അതായത് ഈ മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഉപജാപക സംഘമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമെന്നോണം ഈ പാർട്ടി നേരെ പടവലങ്ങിയ പോലെ താഴേക്ക് പോയി. ഇനിയും ഒരു എഴുന്നേറ്റ് ഈ പാർട്ടിക്കില്ല. ഇത് LDFിന് അറിയാം. ഇനിയിപ്പോ PJ ജോസഫ് അവിടെ വന്ന് കാലേ കിടന്ന് പിന്നെ TP രാമകൃഷ്ണനോട് പറഞ്ഞിരുന്നാലും ശരി, എടുക്കില്ല മുന്നണിയിൽ. PJ ജോസഫിനെ എടുക്കുന്ന അട്ടർ വേസ്റ്റ് ആണെന്നേ. കാര്യം എന്താ, LDFിന്റെ നേതൃത്വത്തിൽ അവിടെ കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഈ പറയുന്ന ഈ കയ്യിലുള്ള ഈ ചട്ടിയിലുള്ള അല്ലേ തവി കയറുള്ളൂ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളല്ലേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ ഭൂം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ആരും ഇല്ല. സോ ഇപ്പോൾ CPIയിൽ നിൽക്കുന്ന പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെയോ ഇല്ലേ ഈ പറയുന്ന പോലെ ജോസ് കെ മാണിയുടെ ഒപ്പം നിൽക്കുന്ന പോലുള്ള നേതാക്കന്മാരെയോ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇപ്പൊ ജോസ് കെ മാണിയുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ ചെറുപ്പമാണ് പലരും. കാര്യം ജോസ് കെ മാണിയുടെ ആ ഒരു വൈബ്രൻസി ബാക്കിയുള്ളവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ റോഷി അഗസ്റ്റിനെ പോലുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയല്ലേ പിന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസ്. അതിനോടൊന്ന് കിടപിടിച്ച് നിൽക്കാനുള്ള ത്രാണി ഈ പറയുന്ന കളവന്മാരെ നയിക്കുന്ന പാർട്ടിക്കില്ല. അപ്പോൾ അതോടുകൂടി തന്നെ കേരള കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കേരള കോൺഗ്രസ് Jയുടെ അന്ത്യകൂദാശ നടക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് LDFിലേക്ക് വന്നാൽ ഇനിയിപ്പോൾ LDF മുന്നണിയിൽ ഒന്നും ഇവരെ എടുക്കത്തില്ല. എടുക്കാൻ മാത്രമുള്ള ചണ്ടിയായി അവര്, ഇനി കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് LDF അങ്ങനെ ഒരു ആത്മഹത്യാപരമായ നീക്കം നടത്താനുള്ള സാധ്യതയില്ല. പിന്നെ കോൺഗ്രസ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പതുക്കെ ഇതിനെ കൊല്ലുക എന്നുള്ളതാണ്. മെഴ്സി കില്ലിംഗ് എന്നൊക്കെ പറയുന്നത്, ദയാവധം. അതപ്പോൾ പതുക്കെ കൊല്ലുക. അതിനുവേണ്ടി ചെയ്യേണ്ട ഇപ്പോൾ 4 സീറ്റുകൾ
അപ്പോൾ കുട്ടനാട് അടക്കമുള്ള ഇടുക്കി, അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ, ഇങ്ങനെ തുടങ്ങിയ ഒരു 3-4 സീറ്റുകളുണ്ട്. ഈ സീറ്റുകൾ പതുക്കെ ഗ്രാബ് ചെയ്യും. ഈ സീറ്റുകൾ ഒരു 4-5 സീറ്റുകൾ ഇവർ പതുക്കെ പിടിച്ച് കോൺഗ്രസിന്റെ കുത്തകയാക്കി വെക്കും. കോൺഗ്രസിന്റെ കുത്തകയാക്കി അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിക്കാനും പോകും. ഇപ്പൊ തന്നെ ഏറ്റുമാനൂർ ചുവരെടുത്ത് ബുക്ക്ഡ് എഴുതി വെച്ച് കഴിഞ്ഞു. പിന്നെ ജോസഫിന്റെ ആൾക്കാർ എന്നുവെച്ചാൽ അവിടെ ജോസഫ് മത്സരിക്കൂ, ജോസഫിന്റെ സ്ഥാനാർത്ഥി ഏറ്റുമാനൂർ ഇട്ടാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തി. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ സ്ഥാനാർത്ഥികളായി നിർത്താൻ യോഗ്യരായ ആൾക്കാരില്ലെങ്കിൽ പോലും അങ്ങനെ ഏറ്റുമാനൂർ അത് എഴുതി വെച്ചു. ഏറ്റുമാനൂർ ഇപ്പം VN വാസവനെ ഏത് രീതിയിലായിരിക്കും ആൾക്കാർ സ്വീകരിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഏറ്റുമാനൂർ വിജയസാധ്യത. അപ്പൊ അവിടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, കാര്യം മന്ത്രിക്കെതിരെ അവിടെ PJ ജോസഫിന്റെ ഒരു ടീമിനെ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റുന്ന കാര്യം എവിടെ പോയിട്ടും കാര്യമില്ല, ഒന്നും പോയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങോട്ട് LDFിലേക്ക് അടുപ്പിക്കത്തില്ല. അങ്ങനെ അടുപ്പിക്കാനാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പോയി സാഷ്ടാംഗം പ്രണമിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഉള്ള നേതാക്കന്മാരെ കൊണ്ടുവന്ന് ജോസ് കെ മാണിയുടെ കാലിൽ അടിയറ വെച്ചിട്ട് നമുക്കങ്ങ് ലയിക്കാം, ഇത് പറയാനേ പറ്റൂ. അപ്പോഴും ഈ പറയുന്ന മാണി ഗ്രൂപ്പിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സീറ്റിൽ നിന്ന് ഒരു വിഹിതം വീതം വെച്ച് കൊടുക്കാനേ പറ്റൂ LDF വന്നു കഴിഞ്ഞാൽ. അല്ലാതെ കൂടുതൽ കൊടുക്കാനില്ല സീറ്റ്. ആകപ്പാടെ പിന്നെ സീറ്റുകൾ വേണ്ടേ 50-60, പിന്നെ 50 സീറ്റുകളും CPM പിടിക്കണ ഒരു 90-100 സീറ്റ് മത്സരിക്കണ്ടേ CPM. അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് PJ ജോസഫിന് ഇനി രക്ഷയൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം.